എല്ലാ കുട്ടികൾക്കും സർവസമവാക്യങ്ങൾ അഥവാ ഐഡൻറ്റിറ്റീസ് എന്ന അധ്യായത്തിലെ പാഠപുസ്തകത്തിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് സ്വാഗതം. ചോദ്യം ഇതാണ്. ചുവടെ കാണിച്ചിരിക്കുന്ന പോലെ സംഖ്യകൾ എഴുതുക. ഒരു സമചതുരത്തിൻ്റെ രൂപത്തിൽ സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. ആദ്യം 1 മുതൽ 5 വരെ, അതിന് തൊട്ട് താഴെയായിട്ട് 6 മുതൽ 10 വരെ, 11 മുതൽ 15 വരെ എന്ന ക്രമത്തിൽ എഴുതി പോയിരിക്കുകയാണ്. അതായത് കലണ്ടറിലെ പോലെ തന്നെയാണ് സംഖ്യകൾ എഴുതിയിരിക്കുന്നത്. കലണ്ടറിൽ ചെയ്തതുപോലെ തന്നെ 4 സംഖ്യകളുള്ള ഒരു സമചതുരം അടയാളപ്പെടുത്തി കോണോട് കോൺ ഗുണിച്ച് വ്യത്യാസം കണ്ടുപിടിക്കുക. ഏത് സമചതുരത്തിലെയും 4 സംഖ്യകൾ എടുത്താൽ ഒരേ വ്യത്യാസമാണോ കിട്ടുന്നത്? അവിടെ ഒരു 4 സംഖ്യകൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1, 2, 6, 7. ഇതിൻ്റെ കോണോട് കോണ് ഗുണിച്ച് വ്യത്യാസം കണ്ടുപിടിച്ചാൽ ഒരേ ഉത്തരമാണോ കിട്ടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴും ഒരേ വ്യത്യാസമാണോ 4 സംഖ്യകൾ എടുത്താൽ കിട്ടുന്നത്? ഇതെന്തുകൊണ്ടാണ് എന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. ഇതുപോലെ തന്നെ 4 സംഖ്യകളുള്ള സമചതുരത്തിന് പകരം 9 സംഖ്യകൾ ഉള്ള ഒരു സമചതുരം എടുത്ത് 4 മൂലകളിലുള്ള സംഖ്യകൾ മാത്രം അടയാളപ്പെടുത്തുക. അവിടെ 8, 10, 18, 20 എന്നീ സംഖ്യകളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. കോണോട് കോൺ ഗുണനഫലങ്ങളുടെ വ്യത്യാസം എന്താണ്? ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷിൽ റൈറ്റ് നമ്പേഴ്സ് ലൈക്ക് ദിസ് ആസ് ഇൻ ദ കാലണ്ടർ, മാർക്ക് 4 numbers in a square and find the difference of diagonal products. ഡയഗണൽ പ്രൊഡക്റ്റുകളുടെ വ്യത്യാസം കണ്ടുപിടിക്കുക. ഈസ് ഇറ്റ് ദ സെയിം ഫോർ ഓൾ സ്ക്വയേഴ്സ് ഓഫ് 4 numbers. ഇതിൽ അടയാളപ്പെടുത്തുന്ന ഇതുപോലെയുള്ള എല്ലാ 4 സംഖ്യകൾ വരുന്ന സ്ക്വയറുകൾക്കും ഈ ഡയഗണൽ പ്രൊഡക്റ്റുകൾ സെയിം ആണോ? എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് സോ യൂസിങ് ഓൾജിബ്ര. ഓൾജിബ്ര ഉപയോഗിച്ച് നമുക്കിത് എന്തുകൊണ്ട് ശരിയാണ് എന്ന് കാണിക്കാം. Instead of a square of 4 numbers, take a square of 9 numbers and mark only the numbers at the 4 corners. 4 കോർണറുകളിലുള്ള സംഖ്യകൾ മാത്രം അടയാളപ്പെടുത്തി ഇതുപോലെ തന്നെ ഡയഗണൽ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. എന്താണ് ആ ഡിഫറൻസ്? ഡയഗണൽ പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻസ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഓൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് കാണിക്കണം എന്നുള്ളതാണ്. അതാണ് ഇവിടെ കണ്ടുപിടിക്കുമ്പോഴും 9 സംഖ്യകൾ എടുത്താലും ഡയഗണൽ പ്രൊഡക്റ്റ് സെയിം വരുന്നു എന്നുള്ളതും നമുക്ക് ഒരു ഓൾജിബ്ര ഉപയോഗിച്ച് കാണിക്കണം. ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ എക്സ് ഉപയോഗിച്ച് സൂചിപ്പിക്കണം എന്നർത്ഥം. നമുക്ക് നോക്കാം. ഇവിടെ നമ്മളൊരു സ്ക്വയർ എടുക്കുന്നു. നമ്മളെടുക്കുന്ന സ്ക്വയർ ഏറ്റവും ആദ്യം വരുന്ന ആളെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ആദ്യം വരുന്ന 4 സംഖ്യകൾ വെച്ച് 1, 2, 6, 7 എന്നുള്ള സ്ക്വയറാണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ഡയഗണലായിട്ടുള്ള ഗുണനഫലത്തിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കാനാണ്. ഡയഗണലായിട്ടുള്ള ഇങ്ങനെയാണ്. അതാണ് ഡയഗണലായിട്ടുള്ള ഗുണനഫലം എന്ന് പറയുന്നത്. അതായത് 6 × 2 - 7 × 1 ആണ്. 6, 2, 12 - 7 എത്ര ഉത്തരം കിട്ടുക? 5 ആണ് അല്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാ 4 സംഖ്യകൾ വരുന്ന ചതുരങ്ങൾക്കും ഒരേ ഉത്തരം കിട്ടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടി എടുത്തു നോക്കാം. ഇതുപോലെ എല്ലാ 4 സംഖ്യകൾ വരുന്ന ചതുരങ്ങൾക്കും ഒരേ ഉത്തരം കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ 9, 10, 14, 15 എടുത്തു എന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഇതുപോലെ തന്നെ ഡയഗണൽ, അതായത് കുറുകെയുള്ള ഗുണനഫലം കണ്ടുപിടിക്കുന്നു. ഡയഗണൽ പ്രൊഡക്റ്റ് എന്താ വരിക? 14 × 10 - 15 × 9 അല്ലേ? അവിടെ നമുക്ക് കിട്ടുന്നത് 14 × 10 - 15 × 9. 14 × 10 140 ആണ്. 15 × 9 135 ആണ്. അപ്പോൾ അവിടെയും നമുക്ക് വ്യത്യാസം കിട്ടുന്നത് എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അപ്പോൾ ഈ 4 സംഖ്യകൾ വരുന്ന സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എടുത്താൽ എപ്പോഴും ഈ വ്യത്യാസം 5 വരുന്ന എന്തുകൊണ്ട് എന്ന് നമുക്ക് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്ന സമചതുരത്തിൽ വരുന്ന സംഖ്യകളെ നമുക്ക് പൊതുവായി സൂചിപ്പിക്കാം. അതായത് ആ സമചതുരം ആദ്യം അതിലേക്കൊന്ന് പോകാം. നോക്കിയാൽ 1, 2 ആണ് ആദ്യത്തെ. അതായത് 1ൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇനി താഴെ വരുന്ന ആൾക്ക് എത്ര വ്യത്യാസമുണ്ട്? 1ൻ്റെ കൂടെ 5 കൂട്ടിയ ആളാണ് താഴെ വരുന്നത് അല്ലേ? താഴെ വരുന്ന 1ൻ്റെ കൂടെ 5 കൂടുമ്പോൾ 6. പിന്നെ വലതുഭാഗത്ത് 1 കൂടുതലുള്ള സംഖ്യയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ താഴേക്ക് 5 കൂടുന്നു. അതാണ് ഇവിടുത്തെ പ്രത്യേകത. വലത്തോട്ട് 1 കൂടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പൊതുവായിട്ട് എഴുതുമ്പോൾ, പൊതുവായ ഒരു സമചതുരം എഴുതുമ്പോൾ ആദ്യം എക്സ് വലതുഭാഗത്തെ സംഖ്യയ്ക്ക് എങ്ങനെ കൊടുക്കാം? x+1. ഇനി എക്സിൻ്റെ താഴെ വരുന്ന സംഖ്യ അതിനേക്കാൾ 5 കൂടുതലാണ്. അതുകൊണ്ട് x+5 എന്ന് വരും.
ഇനി എക്സ് പ്ലസ് 5ൻ്റെ വലതുഭാഗത്ത് അതിനേക്കാൾ ഒന്ന് കൂടുതലാണ്, അപ്പോൾ എക്സ് പ്ലസ് 6. ഇങ്ങനെയാണ് ഇതിൽ 4 സംഖ്യകളടങ്ങുന്ന ഒരു സമചതുരം പൊതുവിൽ വരിക. ഇതിൻ്റെ കുറുകെയുള്ള ഗുണനഫലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെയുമുള്ള ഗുണനഫലം കണ്ടുപിടിച്ചിട്ട് അവരുടെ വ്യത്യാസം കാണുക. എങ്ങനെയാണ് ഗുണനഫലം കണ്ടുപിടിക്കുക? എക്സ് പ്ലസ് 5 ഗുണിക്കണം എക്സ് പ്ലസ് 1 മൈനസ് എക്സ് പ്ലസ് 6 ഗുണിക്കണം എക്സ്. ഇങ്ങനെയാണ് നമ്മളിവിടെ ഗുണനഫലം വരിക. എക്സ് പ്ലസ് 5 ഗുണിക്കണം എക്സ് പ്ലസ് 1 മൈനസ് എക്സ് പ്ലസ് 6 ഗുണിക്കണം എക്സ്. എക്സ് പ്ലസ് 5നെ എക്സ് പ്ലസ് 1 കൊണ്ട് ഗുണിക്കാൻ ഇതിനകം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ ഗുണിക്കുക? ആദ്യം എക്സ് കൊണ്ട് എക്സിനെ ഗുണിക്കുന്നു, അതിനുശേഷം ഇതേ എക്സ് കൊണ്ട് 1നെ ഗുണിക്കുന്നു, പിന്നെ 5 കൊണ്ട് എക്സിനെ ഗുണിക്കുന്നു, വീണ്ടും 5 കൊണ്ട് 1നെ ഗുണിക്കുന്നു. ഈ ഒരു ക്രമത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എക്സ് കൊണ്ട് എക്സിനെ ഗുണിക്കുമ്പോൾ ആദ്യം നമുക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ കിട്ടും. വീണ്ടും എക്സ് കൊണ്ട് 1നെ ഗുണിക്കുമ്പോൾ എക്സ് ഇൻറ്റു 1 എത്ര തന്നെയാണ്? എക്സ് തന്നെ. പ്ലസ് 5 കൊണ്ട് എക്സിനെ ഗുണിക്കുമ്പോൾ 5 ഇൻറ്റു എക്സ് 5x കിട്ടും. വീണ്ടും 5 കൊണ്ട് 1നെ ഗുണിക്കുമ്പോൾ 5 ഇൻറ്റു 1 5 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് ആദ്യത്തെ ആളെ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇനി രണ്ടാമത് എന്താ സംഭവിക്കുക? രണ്ടാമത് ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള എക്സ് കൊണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള 2 പേരെയും ഗുണിക്കണം. അപ്പോൾ എക്സ് കൊണ്ട് എക്സിനെയും ഗുണിക്കണം. എക്സ് കൊണ്ട് എക്സിനെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ബ്രാക്കറ്റ് ഇടാം, കാരണം മൈനസ് പൊതുവായിട്ടാണ് കിടക്കുന്നത്. എക്സ് കൊണ്ട് എക്സിനെ ഗുണിച്ചാൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് കൊണ്ട് 6നെ ഗുണിച്ചാൽ 6x. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് 6x. ഇനി നമുക്ക് ആ വ്യത്യാസം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. വ്യത്യാസം കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ എക്സും 5x കൂട്ടി എത്ര വരും? 6x വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5. ഇതാണ് ആദ്യത്തെ 2 പേരുടെ ഗുണനഫലം കിട്ടുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 മൈനസ് ആരെയാണ് കുറയ്ക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 6xനെ കുറയ്ക്കുന്നു. അപ്പോൾ ഈ കുറയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് 6x ആണ് പോവുക. ഫലത്തിൽ ഉത്തരം എക്സിൻ്റെ വില എന്ത് തന്നെയായാലും നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയായിരിക്കും? 5 ആയിരിക്കും എന്നാണ് നമ്മൾ ഈ പൊതുവായ ബീജഗണിത രീതിയിലൂടെ മനസ്സിലാക്കുന്നത്. വ്യക്തമാണെന്നാണ് സാർ കരുതുന്നത്. ഇനി 9 സംഖ്യകൾ വരുന്ന സ്ക്വയർ എടുത്താലുള്ള പ്രത്യേകത. 9 സംഖ്യകൾ വരുന്ന ഒരു സ്ക്വയർ നമുക്ക് ആ ചോദ്യത്തിൽ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ 8, 9, 10 ആദ്യം വരുന്ന തുടക്കത്തിൽ വരുന്ന 3 സംഖ്യകൾ. അതിന് തൊട്ട് താഴെയായിട്ട് 13, 14, 15, ഏറ്റവും താഴെ 18, 19, 20. ഇതിൻ്റെ മൂലയിൽ വരുന്ന സംഖ്യകൾ അടയാളപ്പെടുത്തി. 4 മൂലകളിൽ വരുന്ന സംഖ്യകൾ 8, 10, 18, 20. എന്നിട്ട് അവയുടെ ഡയഗണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കുറുകെയുള്ള ഗുണനഫലം കണ്ടുപിടിച്ചിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ വ്യത്യാസം കാണുന്നു. അതായത് 18 ഗുണിക്കണം 10 മൈനസ് 20 ഇൻറ്റു 8 എത്ര വരും നോക്കാം. 18 ഇൻറ്റു 10 മൈനസ് 20 ഇൻറ്റു 8. 18 ഇൻറ്റു 10 എത്രയാണ്? 180. 20 ഇൻറ്റു 8 എത്രയാണ്? 160. 180 നിന്ന് 160 കുറച്ചാൽ എത്ര ഉത്തരം കിട്ടും? 20 കിട്ടും. ഈ ഒരു കാര്യവും എല്ലാ 9 സംഖ്യകൾ വരുന്ന സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എടുത്താലും ഈ ഒരു കാര്യം അവിടെ ശരിയാകുമോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. എല്ലാ 9 സംഖ്യകൾ വരുന്ന സ്ക്വയറും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വലത്തോട്ട് പോകുമ്പോൾ 1 വീതം കൂടുന്നു, താഴേക്ക് 5 വീതം കൂടുന്നു. അപ്പോൾ എങ്ങനെയാണ് 9 സംഖ്യകളുള്ള സമചതുരം നമ്മൾ എഴുതുക? എങ്ങനെയാണ് 9 സംഖ്യകളുള്ള സമചതുരം എഴുതുക നമുക്ക് നോക്കാം. ആദ്യത്തെ ആളെ നമ്മൾ എക്സ് എന്ന് കൊടുത്താൽ രണ്ടാമത്തെ ആൾ വലതുഭാഗത്ത് അടുത്ത ആൾ 1 കൂടുതലായിരിക്കും, എക്സ് പ്ലസ് 1. അടുത്തയാൾ എക്സ് പ്ലസ് 2. ഈ എക്സിൻ്റെ തൊട്ട് താഴെ വരുന്ന ആൾ ഇതിനേക്കാൾ 5 കൂടുതലായിരിക്കും, അതാണ് എക്സ് പ്ലസ് 5. വീണ്ടും വലതുഭാഗത്ത് ആൾ 1 കൂടും, എക്സ് പ്ലസ് 6. വീണ്ടും എക്സ് പ്ലസ് 7. 1 വീതേ കൂടുള്ളൂ. ഇനി എക്സ് പ്ലസ് 5ൻ്റെ താഴെ അതിനേക്കാൾ 5 കൂടുതലാണ്. എക്സ് പ്ലസ് 5നേക്കാൾ 5 കൂടുതൽ എത്ര? എക്സ് പ്ലസ് 10. ഇനി എക്സ് പ്ലസ് 10ൻ്റെ വലതുഭാഗത്ത് 1 കൂടുതലായിരിക്കും, എക്സ് പ്ലസ് 11. അടുത്ത ആൾ എക്സ് പ്ലസ് 12. അപ്പോൾ ഇങ്ങനെയാണ് 9 സംഖ്യകൾ വരുന്ന ഒരു സമചതുരത്തിനെ പൊതുവായ രീതിയിൽ സൂചിപ്പിക്കുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 4 മൂലകളിൽ വരുന്ന സംഖ്യകളെ നമ്മൾ വട്ടമിട്ട് അടയാളപ്പെടുത്തുന്നു.
ഇങ്ങനെ 4 മൂലകളിൽ വരുന്ന സംഖ്യകൾ അടയാളപ്പെടുത്തിയിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കുറുകെയുള്ള ഗുണനഫലം കാണുന്നു. അതായത് x+10 ഗുണിക്കണം x+2. നമുക്കതാദ്യം കണ്ടുപിടിച്ച് നോക്കാം. x+10 ഗുണിക്കണം x+2 എന്താണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. x+10 ഗുണിക്കണം x+2. ഇവരെ ഗുണിക്കാനുള്ള രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഗുണിക്കുക? എക്സ് കൊണ്ട് ആദ്യം എക്സിനെ ഗുണിക്കുന്നു, വീണ്ടും എക്സ് കൊണ്ട് 2നെ ഗുണിക്കുന്നു, അതിനുശേഷം 10 കൊണ്ട് എക്സിനെ ഗുണിക്കുന്നു, വീണ്ടും 10 കൊണ്ട് 2നെ ഗുണിക്കുന്നു. അപ്പോൾ എക്സ് കൊണ്ട് എക്സിനെ ഗുണിച്ചാൽ എന്താ കിട്ടുക? ആദ്യം x² പ്ലസ് എക്സ് കൊണ്ട് 2നെ ഗുണിച്ചാൽ എന്താ കിട്ടും? 2x പ്ലസ് 10 കൊണ്ട് എക്സിനെ ഗുണിച്ചാൽ എത്ര കിട്ടും? 10x. 10 കൊണ്ട് 2നെ ഗുണിച്ചാൽ 10 × 2 എത്രയാവും? 20. അതായത് നമ്മുടെ ഗുണനഫലം x² പ്ലസ് 2x-ഉം 10x-ഉം കൂട്ടി എത്രയാവും? 12x പ്ലസ് 20 നമ്മൾ കുറുകെ ഗുണിച്ചപ്പോൾ ആദ്യത്തെ ഗുണനഫലം അങ്ങനെയാണ് കിട്ടിയത്. നമ്മൾ ഇങ്ങനെ ഗുണിച്ചപ്പോൾ x+10നെ x+2 കൊണ്ട് ഗുണിച്ചപ്പോൾ കിട്ടിയ ഗുണനഫലമാണ് സാർ അവിടെ എഴുതിയിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഗുണിക്കുമ്പോൾ എന്തായിരിക്കും ഗുണനഫലം കിട്ടുക? അതായത് x+12 × x അല്ലേ? കുറുകെയുള്ള മറ്റേ ഗുണനഫലം എന്താണ്? x+12 ഗുണിക്കണം x ആണെങ്കിൽ നമുക്കറിയാം ബ്രാക്കറ്റിന് പുറത്തുള്ള x കൊണ്ട് അകത്തുള്ള 2 പേരെയും ഗുണിക്കണം. x × x പിന്നെ x × 2. x × x എന്താവും? x². x × 2 അല്ല, x × 12. x × 12 എന്താവും? 12x. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കൂ. ഇപ്പോൾ കിട്ടിയ ആളാരാ? x² പ്ലസ് 12x. നേരത്തെ കിട്ടിയ ആളാരാണ്? x² പ്ലസ് 12x പ്ലസ് 20. ഇവരുടെ വ്യത്യാസം എന്താണ്? x² പ്ലസ് 12x പ്ലസ് 20 മൈനസ് എന്താ കുറയ്ക്കണ്ടേ? x² പ്ലസ് 12x. അതിൻ്റെ അർത്ഥം കുറയ്ക്കുമ്പോൾ ആരാണ് പോകുക? ഒരേപോലെയുള്ള x² പ്ലസ് 12x പോയിട്ട് എക്സിൻ്റെ വില എന്ത് തന്നെയായാലും 9 സംഖ്യകളുടെ വരുന്ന സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എടുത്താൽ കുറുകെയുള്ള ഗുണനഫലം, അതായത് 4 മൂലകളിൽ സംഖ്യകളെ അടയാളപ്പെടുത്തി ഡയഗണലായുള്ള ഗുണനഫലം കണ്ടുപിടിച്ചാൽ എപ്പോഴും നമുക്കിടുന്ന ഉത്തരം 20 എന്നാണ് നമ്മളിവിടെ ഓൾജിബ്ര അല്ലെങ്കിൽ ബീജഗണിതം ഉപയോഗിച്ച് തെളിയിച്ചിട്ടുള്ളത്. താങ്ക് യു.